ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ചെറുപയർ കറിയാണ് കേട്ടോ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ചപ്പാത്തി, പുട്ട്, അപ്പം, ദോശ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കും മുന്നേ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ചെറുപയർ നന്നായി കഴുകി ഇട്ടുകൊടുക്കണം. ഞാൻ രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ചെറുപയറാണ് കേട്ടോ എടുത്തുക്കണത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നുമില്ല, 2 വിസിലടിച്ചാൽ മതി. അപ്പം തന്നെ നമ്മളെ ചെറുപയർ വെന്ത് കിട്ടും. അപ്പോൾ ഈ കറിക്ക് നമുക്ക് മസാലകളോ അല്ലെങ്കിൽ ഉള്ളി, തക്കാളി അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, എന്നാലും അടിപൊളി ടേസ്റ്റാണ്. ഇതിലേക്ക് ആകെ ഇട്ട് കൊടുക്കുന്നത് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, എരിവിനായിട്ട് ഒരു 3-4 പച്ചമുളക് മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും നമ്മളെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമ്മളെ കുക്കറൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ ചെറുപയർ കറിക്ക് ലേശം കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മളെ കുക്കർ 2 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒന്ന് ചൂടാറട്ടെ. അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചെറുപയർ ഇവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്നും കൂടി കത്തിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെ തേങ്ങാപ്പാൽ ഇതാ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ട് ഇത്ര ഉള്ളൂ കേട്ടോ നമ്മളെ കറി. കൂടുതൽ നേരം ഉള്ളിയരി, തക്കാളി ഇടുക ഒന്നും വേണ്ട. ഇത്ര ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കറിയാണ്. എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മൾ ചെറുപയർ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതൊന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ തൂമിക്കാനും വറുക്കാനൊക്കെ ആയിട്ട് നമ്മൾ എണ്ണ ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഞാൻ ചൂടായി വന്ന എണ്ണയിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ടുകൊടുത്തു. അത് പൊട്ടി വന്നതിന് ശേഷം ഒരു മുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തു. അതിന് ശേഷം ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതാ ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അടിപൊളി കറിയാണ്, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ ഈ കറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ അന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. പത്തിരി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ, അതുകൊണ്ട് അത് ഞാൻ ഒന്നും കാണിച്ചിട്ടില്ല. ഈ കറിയും പത്തിരിയും പാടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ പത്തിരി ഞാൻ മെഷീനിൽ പ്രസ് ചെയ്തുകൊണ്ട് അങ്ങനെ ചുട്ടെടുക്കുന്നതാണ് കേട്ടോ. ഞാൻ പലകമ്മ പരത്തിയേ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ തന്നെ നമ്മളെ പത്തിരി നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ പത്തിരി മുഴുവനായിട്ട് തന്നെ ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായ പത്തിരിയാണ്, നല്ല അടിപൊളി പത്തിരിയാണ്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.